ലോകേഷ് കനകരാജിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ജി സ്ക്വാഡിന്റെ ഫസ്റ്റ് മൂവിയാണ് ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. സോ മൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വടച്ചെന്നൈ വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വടച്ചെന്നൈ എന്ന മൂവി സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് എന്താണോ അതേപോലത്തെ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പ്രസന്റേഷൻ ആണ് ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ അത് എനിക്ക് തോന്നിയൊരു ഫീലാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ വടച്ചെന്നൈയുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു ജനറേഷന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരുപാട് കാലം മുമ്പ് തന്നെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. സോ ഒരു പർട്ടിക്കുലർ ജനറേഷൻ വന്നതിന് ശേഷം അവർ ആ ഒരു പ്രോബ്ലത്തിന് എങ്ങനെ ഇൻവോൾവ് ആവും അല്ലെങ്കിൽ അവർ വഴി ആ ഒരു ക്രൈമും അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെ സംസാരിക്കുന്നതാണ് ആ ഒരു മൂവി സംസാരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഫൈറ്റ് ക്ലബിലോട്ട് വരുമ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർ വരാൻ മുമ്പ് തന്നെ അല്ലെങ്കിൽ ജനറേഷൻസിന് മുമ്പ് തന്നെ അവിടെ ഒരു പ്രോബ്ലം നിൽപ്പുണ്ട്. സോ അവർ വന്നതിന് ശേഷം അവർ ആ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ ഇൻവോൾവ് ആവും അല്ലെങ്കിൽ അവരുടെ ക്രൈമും അവരുടെ പൊളിറ്റിക്സും ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് ആ ഒരു മൂവി തന്നെ മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ടാണ് എനിക്ക് ഒരു വടച്ചെന്നൈ വൈബ് കിട്ടിയത്. കാരണം ആ ഒരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ചെന്നൈയിലെ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗാങ്ങിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഒരു മൂവിയുടെ സ്റ്റോറി സംസാരിക്കുന്നത്. സോ അങ്ങനത്തെ രീതിയിലാണ് ഈ മൂവിയുടെ ടോട്ടൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. അല്ലെങ്കിൽ മറ്റേ ഉറിയടി 1 ആൻഡ് ഉറിയടി 2ന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും പ്രതീക്ഷ ഒരിക്കലും പോലും ആ ഒരു ലെവലിൽ ഇല്ല. മൂവി ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സ്റ്റോറിന് ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ നിർത്തുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സ്റ്റോറി ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ഓക്കെ സെക്കൻഡ് ഹാഫിൽ ഇതൊക്കെ പൊളിക്കും എന്നുള്ള കോൺസെപ്റ്റ് നിൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഭയങ്കര ലാഗായിട്ട് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച കുറേ കാര്യങ്ങൾ കണ്ടിന്യൂഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർ എൻഡിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഒരു സെക്കൻഡ് ഹാഫ് അവസാനിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു ഓക്കെ എന്നുള്ള ഫീൽ ആയിരുന്നു. കാരണം നമ്മൾ വടച്ചെന്നൈയും അതുപോലത്തെ ഒരുപാട് മൂവീസ് കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു സീൻ അല്ലെങ്കിൽ ഒരു എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നമ്മൾ എവിടെയൊക്കെ കണ്ട ഒരു ഫീൽ നമുക്ക് കിട്ടും. ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആണ്. കാരണം DOP ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ആയാലും ഫൈറ്റ് സീക്വൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഫൈറ്റ് ക്ലബ്ബാണ് ഓഫ്കോഴ്സ് ആ ഒരു മൂവി എൻ്റയർലി കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കോളേജ് ഫൈറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കോളേജിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതുപോലെ ഭയങ്കര റോ ആയിരുന്നു. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു ആ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു മേക്കിംഗ് തന്നെ. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു മൂവിയുടെ മേക്കിംഗ് പോയിരിക്കുന്നത്. ഇപ്പോൾ DOP ആയാലും മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും ആ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഓക്കെ എന്നുള്ള ഒരു ഫീലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കണോ അല്ലെങ്കിൽ മൂവി കണ്ടു കഴിയുമ്പോൾ ഓക്കെ ആ ഒരു സ്റ്റോറി നല്ലൊരു പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് ഇല്ല എന്നല്ല, പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പം ഉറിയടി 1 and 2 സംസാരിച്ച ഒരു കാര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിൽ സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഈ ഒരു മൂവിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നീട് ഈ ഒരു മൂവിയുടെ ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു വില്ലൻ ക്യാരക്ടർ വാസ് പൊളിയായിരുന്നു. കാരണം മൂപ്പരുടെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ മറ്റുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നോക്കുമ്പോൾ ആദ്യമൊക്കെ അതേ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിൽ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകും തോറും ഒരു ക്യാരക്ടറിന്റെ പ്രസന്റേഷനോ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് നമുക്ക് തന്നെ ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഔട്ടായി പോകുന്ന ഒരു ഫീലൊക്കെ തോന്നും. പക്ഷെ ആ ഒരു വില്ലൻ ക്യാരക്ടർ ആ ഒരു ആന്റഗോണിസ്റ്റിനൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഒരു മൂവിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫിലുള്ള ഒരു എൻഗേജിംഗ് ഫാക്ടറും അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിൽ സംസാരിച്ച് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് അതേപോലെ ഒരു സെക്കൻഡ് ഹാഫിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. കാരണം ഈ ഒരു മൂവി നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ഒരു ഔട്ട് തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു എൻ്റെ മൂവി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളൊരു ഫീലാണ് തരുന്നത്. ഒരു മസ്റ്റ് വാച്ച് ആയിട്ടോ എന്ന് ഒരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആ ഒരു മൂവിയുടെ മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. സോ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോറി ടെല്ലിംഗ് ഒരുപാട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ ആ മൂവിയുടെ ആ ഒരു പൊളിറ്റിക്സ് ആയാലും അല്ലെങ്കിൽ ആ മൂവി സംസാരിക്കുന്ന കോൺസെപ്റ്റ് അത്രയ്ക്കും എൻഗേജിംഗ് ആയിട്ട് തോന്നത്തില്ല. സോ ഒരു ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അല്ല ഒരു സ്റ്റോറി ലൈൻ ആ ഒരു കണ്ടന്റ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് ഡൗൺ ആണ് മൂവി. സോ ഇതാണ് മൂവി കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.